ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ആരുടെ സംഭവമാണ്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പറഞ്ഞാലും തീരാത്ത മധുരമുള്ള മനോഹരമായ ആയിരക്കണക്കിന് ചരിത്രങ്ങളില്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, കുറെ പാവങ്ങൾ വന്ന് അള്ളാന്റെ റസൂലിനോട് സ്വതക്ക ചോദിക്കലുണ്ട്. മുത്തുനബി പറയും, ബിലാലേ വീട്ടിലേക്ക് ചെല്ലു ബിലാലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കണം ബിലാലേ. ചിലപ്പോ അരി കൊടുക്കും, ചിലപ്പോ ഗോതമ്പ് കൊടുക്കും, ചിലപ്പോ ചോളം കൊടുക്കും, ചിലപ്പോ കാരയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു ഒരുപാട് പാവങ്ങൾക്ക് കൊടുത്ത് അവസാനം ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി കൊടുത്താൽ നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല നബിയേ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ റസൂലിനും കുടുംബത്തിനുമുള്ള സ്വത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കശത്തൊതുങ്ങുന്നത് മാത്രമായിരുന്നു അത്രേ. 10 ബാങ്ക് അക്കൗണ്ടിലല്ല, അവിടെയും ഇവിടെയും പൈസ ബിസിനസ് കൊടുത്തതല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കശപ്പൊതുങ്ങുന്ന സമ്പാദ്യം മാത്രമായിരുന്നു അള്ളാന്റെ ഹബീബിനുണ്ടായിരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കശപ്പൊതുങ്ങുന്ന സമ്പാദ്യം മാത്രമായിരുന്നു അള്ളാന്റെ ഹബീബിനുണ്ടായിരുന്നത്. ഒരുപാട് നോട്ടുകെട്ടുകളില്ല, ഒരുപാട് ബിസിനസ്സിൽ പാർട്ണർഷിപ്പുകളില്ല, ഒരുപാട് അക്കൗണ്ട് ബാലൻസുകളില്ല. അല്ലാഹുവേ, ആ ബിലാൽ പറയുന്നു, നബിയേ ഇനി കൊടുത്താ നമുക്കൊന്നുമില്ല റസൂലേ. ആ സമയത്ത് മുത്തുനബി പറയുന്നു, ബിലാലേ അൻഫിഖ് യാ ബിലാൽ, അൻഫിഖ് യാ ബിലാൽ, നീ കൊടുത്തോ ബിലാലേ. അള്ളാന്റെ ഖജനാവിൽ നിറച്ചുണ്ടല്ലോ. ആരെയാ പേടിക്കുന്നത്? അള്ളാന്റെ ഖജനാവിൽ നിറച്ചുണ്ടല്ലോ. എനിക്ക് നാളെ ഭക്ഷണം തരൂലാന്ന് അള്ള തീരുമാനിച്ചാൽ തരണ്ട. എന്റെ ഭാര്യ നാളെ പട്ടിണിയാണെന്നുള്ള എന്റെ തീരുമാനമാണെങ്കിൽ എങ്ങനെ ആവട്ടെ. പക്ഷേ ഇന്ന് യാചിക്കുന്നവരോട്, ഇന്ന് ചോദിക്കുന്നവരോട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ബിലാൽ. അൻഫിഖ് യാ ബിലാൽ. അവകാശപ്പെട്ട സ്വത്ത് പോലും മക്കൾക്ക് എഴുതി കൊടുക്കാതെ വാരി പിടിച്ചു വെച്ചിരിക്കുന്ന വീട്ടില് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാറ്, കുടുംബത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാറ്, മരിക്കുന്ന സമയം വരെയും ഇങ്ങനെ ഇരിക്കട്ടെ. ഭൂസ്വത്തിന്റെ അവകാശി എന്ന് പറയാനുള്ള കൊതി കൊണ്ട് വാരി പിടിച്ചിരിക്കുന്ന മുസ്ലിമേ, ആരാണ് കൊണ്ടുപോയത്? ആരാണ് കൊണ്ടുപോയത്? കഫം പുടവയ്ക്ക് കീശയില്ല, ഖബറിന്റെ ഉള്ളിൽ മീശയില്ല. കൊണ്ടുപോയാ നമ്മുടെ കഫം പുടവയിൽ കീശയില്ല ഇട്ട് കൊണ്ടുപോവാൻ. ഖബറിന്റെ ഉള്ളിൽ നിനക്ക് പൈസ എണ്ണാൻ വേണ്ടി, നിന്റെ കണക്ക് നോക്കാനുള്ള ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടി അവിടെ മേശ ഇട്ടിട്ടില്ല. 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് അല്ലാ ഖബറിന്റെ അകത്ത് നിന്നെ കൊണ്ടങ്ങോട്ട് ഇറക്കി വെക്കുന്ന രംഗമാണ്. എവിടെ ബിസിനസ്സുകൾ? എവിടെ കണക്കൂട്ടലുകൾ? എവിടെ സമ്പാദ്യങ്ങൾ? എവിടെ? അല്ലാഹുവേ, പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ.